വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകളിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയുടെ സംഗമമാണ് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നേതൃത്വത്തിൽ നടക്കുന്നത്. എന്താണ് ഇത്തരമൊരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്ര എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ചിരുത്തിക്കൊണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ നവമാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് ലൈവാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഏതാണ്ട് 1800 കോടി രൂപയുടെ പ്രോജക്റ്റാണ് വിവിധ വാർഡുകളിലായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പണം വിനിയോഗിക്കുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാവണം കൗൺസിലർമാർക്ക്. അപ്പോൾ അവരിപ്പോൾ ഇതിനോടകം ഒരു റൗണ്ട് ഭവന സന്ദർശനം പൂർത്തീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർഡുകളിലെ ഇനിയുള്ള വികസന പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പോൾ അവർക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. മാത്രമല്ല, പുതിയ ചെറുപ്പക്കാരുടെ വോട്ടുകളും നമുക്ക് സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നവമാധ്യമങ്ങളൊക്കെ കാണുന്ന ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായിട്ടും LDF സ്ഥാനാർത്ഥികൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് ഞങ്ങൾ ഇന്നിപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 25 വാർഡുകളുണ്ട്, കോർപ്പറേഷൻ വാർഡുകൾ. അപ്പോൾ 25 വാർഡിലെയും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം എന്നതുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ 12 വാർഡുകളാണ് LDFനുള്ളത്. അപ്പോൾ അതിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് അവർ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അവരുടെ തന്നെ കൗൺസിലർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, മറ്റു പല പ്രശ്നങ്ങൾ, ഇന്റേണൽ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ വികസനമാണ് പ്രധാനപ്പെട്ട അജണ്ട. വികസനത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഞങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ 2 വാർഡുകളിൽ വട്ടിയൂർക്കാവിലെ CPM-നും വിമത സ്ഥാനാർത്ഥികളുണ്ട്. അതൊക്കെ ബാധിക്കുമോ അവിടുത്തെ പ്രകടനത്തെ? ഇല്ല, ഞങ്ങൾ കാണുന്നില്ല. വിമത സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോൾ അവരെല്ലാം പാർട്ടിക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരും. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. കാരണം ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നടക്കാതെ പോയിരിക്കുന്ന വികസനം അടക്കം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെല്ലാം തുരങ്കം വയ്ക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിലാകെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. അതുകൊണ്ട് റിബൽ ശല്യമൊന്നും അത് പരിഹരിക്കും. അതിന് നമ്മുടെ സംഘടനാ സംവിധാനമുണ്ട്. അത് ആ നിലയിൽ അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് മുൻനിർത്തി വോട്ട് പിടിക്കുകയാണ്, അങ്ങനെയാണോ? അല്ല, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. 1800 കോടി രൂപ പൊതുവികസന പരിപാടികൾക്ക് നമ്മൾ ചെലവാക്കുന്നു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി 531 കോടി രൂപയാണ് ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നത്. പേരർക്കടയിലെ മേൽപ്പാലം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കൗൺസിലർമാർ മുഖാന്തരം വീടുകളിലേക്ക് എത്തിക്കും. ഈ വികസനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് LDF കൗൺസിലർമാർ ജയിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഒരു നിലപാട്. വട്ടിയൂർക്കാവിന്റെ വികസനം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ അടുത്തുണ്ടായ വികസനത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. ആ വികസനത്തിലൂടെ ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷ തന്നെയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവിൽ വികസനം വോട്ടായി മാറും? തീർച്ചയായും വട്ടിയൂർക്കാവിൽ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. വികസനം വോട്ടായി മാറും എന്നുള്ള തീർച്ചയായിട്ടുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നേരിടുന്നത്. ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ വികസനമൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കവടിയാർ വാർഡിലെ ഒരു റൗണ്ട് കഴിഞ്ഞു, 2ാമത്തെ റൗണ്ട് തുടങ്ങി. പഴയ വികസനവും ഇപ്പോഴത്തെ വികസനവും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. സിറ്റിംഗ് വാർഡുകളിൽ മാത്രമാണോ ഈ CPM ഇപ്പം ഇല്ലാത്ത BJP ഒക്കെ ഉള്ള വാർഡുകളിലൊക്കെ മത്സരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ? അമൃതയൊക്കെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയുണ്ട്? അവിടെയൊക്കെ ഈ വികസനം എത്തിയിട്ടുണ്ട്? ഒരുപാട്. കാരണം ബഹുമാനപ്പെട്ട MLA ആണ് ഇവിടുത്തെ VK പ്രശാന്ത് MLAയുടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നില്ല. വികസനം തന്നെയാണ് ആളുകളുടെ മുന്നിലുള്ള പ്രധാന വിഷയം. തീർച്ചയായും വികസനം തന്നെയാണ് ആൾക്കാരുടെ മുമ്പിലുള്ള പ്രധാന വിഷയം. ഇപ്പം സിറ്റ് എന്ന് പറയുന്നത് BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വികസന മുരടിപ്പ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അതോടൊപ്പം നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വികസന പദ്ധതികളും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്നു. പേരൂർക്കട വാർഡാണ്. പേരൂർക്കട വാർഡിന്റെ വികസനം തന്നെയാണ് പറയുന്നത്. കാരണം 234 കോടി രൂപയാണ് കിഫ്ബി വഴിയും അല്ലാത്ത പദ്ധതിയിലൂടെ MLA ചെലവാക്കി കൊണ്ടിരിക്കുന്നത്. കൂടാതെ കൺസേൺ കൗൺസിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. വാർഡ് മാറി മത്സരിക്കുമ്പോഴും വികസനത്തിന്റെ ഗുണം ഇപ്പൊ പോകുന്ന വാർഡിലൊക്കെ ഉണ്ടോ അംശു? തീർച്ചയായിട്ടും. കേശവദാസപുരത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് MLA അവിടെ നമുക്ക് തന്നത്. ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന മുട്ടട വാർഡിൽ 55 കോടി രൂപയുടെ വികസനമാണ് MLA നടത്തിയിരിക്കുന്നത്. 40 വർഷത്തിലധികമായി നടക്കാതിരുന്ന ഒരു പാലം, അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് MLAയുടെ നേതൃത്വത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ MLAയെ സംബന്ധിച്ചിടത്തോളം MLAയുടെ വികസനം അവിടെ വാർഡിലാകെ ചർച്ചയാകുന്നുണ്ട്. പോകുന്ന വീടുകളിലെല്ലാം വലിയ റെസ്പോൺസാണ് കിട്ടുന്നത്. വികസനത്തിന് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കണ്ണമൂലയിലും വികസനം ഒരുപാട് വന്നിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷവും. തീർച്ചയായിട്ടും കണ്ണമൂലയിൽ വലിയൊരു ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കമാണ്. ഏത് മഴയത്തും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ 2005 ആദ്യം കൗൺസിലറായപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ്. എന്നാൽ ഇപ്പോൾ തോടുകളെല്ലാം നവീകരിച്ച് തോടുകളുടെ കൈവരികൾ കെട്ടിപ്പൊക്കി തോടുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തപ്പോൾ MLA പ്രത്യേകിച്ച് ഒരു താല്പര്യം കാണിച്ചുകൊണ്ടാണ് കണ്ണമൂല തോടും ഉള്ളൂർ തോടും പട്ടം തോടും ഉൾപ്പെടെ നവീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും അടുത്ത് പ്രഖ്യാപിച്ച
സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആവേശമാണ് സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചും ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്. വികസനത്തിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. 2000 രൂപ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചെട്ടികുളം വാർഡിലാണ് മത്സരിക്കുന്നത്. അവിടെ ഏതാണ്ട് ഒരു 4 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ MLA നടത്തിയിട്ടുണ്ട്. നിലവിൽ 10 കൊല്ലം കൊണ്ട് ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തിലായിരുന്നു. പക്ഷേ MLAയുടെയും അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി ആ വാർഡ് മറ്റു വാർഡുകളെ പോലെ ഡെവലപ്മെന്റ് ചെയ്യുന്നതിൽ MLAയുടെ പങ്ക് നിർണായകമാണ്. വോട്ടർമാരെ എങ്ങനെ കാണുന്നുണ്ട്? ആളുകൾ മൊത്തത്തിൽ ഒരു വലിയ സ്വീകാര്യതയുണ്ടോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതാണോ, അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വളരെ നല്ല സ്വീകാര്യതയാണ് എവിടെ പോയാലും ലഭിക്കുന്നത്. എൻ്റെ DYFI പ്രവർത്തകയാണ് ഞാൻ. അപ്പോൾ DYFIയുടെ ഭാഗമായി മുൻപ് പോയിട്ടുള്ള വീടുകളാണ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് വോട്ടർമാർ കാണുന്നത്. ഞാൻ നെട്ടയം വാർഡിലാണ്. അപ്പോൾ സിറ്റിംഗ് BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ ഇറങ്ങുമ്പോഴെല്ലാം പിന്നെ ഇട റോഡുകളും സ്ട്രീറ്റ് ലൈറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കംപ്ലയിൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിലുള്ള വട്ടിയൂർക്കാവ് വികസനം, പേരൂർക്കട റോഡ് വികസനം, അതൊക്കെ വളരെ നല്ല. വിമത ഭീഷണിയുള്ള വാർഡിലാണ് അങ്ങ് മത്സരിക്കുന്നത്. അതെ, വിമത ഭീഷണിയുള്ള സ്ഥലമാണ്. 2 പ്രാവശ്യവും ഞങ്ങൾ മത്സരിച്ച് ജയിച്ച സീറ്റാണ്. പക്ഷേ ആ വിമതനം ഞങ്ങൾ പാർട്ടി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കും. MLAയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ നിലനിർത്തും, ഉറപ്പായി നിലനിർത്തും. അതിനെയാണ് വികസനം പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെട്ട വാർഡുകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ.